ഹലോ, എല്ലാവർക്കും മൈ ഡ്രീം മാളൂട്ടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്ക്കാൻ പോകുന്നത് 2 ലെയർ ഫ്രോക്കാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കട്ടിങ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അതിൻ്റെ സ്റ്റിച്ചിങ് ആണ്. ആദ്യം നമുക്കിത് കൈ രണ്ടും അതിൻ്റെ അടിയിലൊന്ന് മടക്കി അടിക്കാം. രണ്ട് കൈയും നമ്മൾ അടിച്ചു. അടിയിൽ വെക്കാനുള്ള ലെയറായിട്ട് അടുത്തതായിട്ട് അടിക്കാൻ പോകുന്നത്. അതിന് നമ്മൾ ആദ്യം രണ്ട് പീസാണ്. ആ പീസ് ഒന്ന് ജോയിൻ ചെയ്യിച്ചിട്ട് പിന്നെ അടിയിൽ ഒന്ന് മടക്കി അടിക്കണം. മടക്കി അടിച്ചിട്ടുണ്ട്. ഇത് ഒരു ഇനി നമ്മൾ മുകളിൽ ചെറുതായിട്ടൊന്ന് മടക്കി അടിക്കണ്ട. വശത്തും താഴത്തെ അടിവശം ഇച്ചിരി കൂട്ടി അടിച്ചു. മേളിലത്തെ വശം നമ്മൾ കുറച്ച് ചെറിയ വീതിക്ക് അടിച്ചു കേട്ടോ. ഇനി നമുക്ക് ഈ നമ്മൾ അടിച്ചതിൻ്റെ ഒരു 1/4 ഇഞ്ച് താഴത്തോട്ട് ഒരൊറ്റ അടി, വെറുതെ ഒരു വലിച്ച് നീട്ടിയുള്ള ഒരു അടി അടിക്കണം. നൂലെടുത്തെടുക്കണം കേട്ടോ. എന്നിട്ട് ഞൊറിവെടുക്കാൻ വേണ്ടി ഈ 2 നൂലില്ലേ, ബാലൻസ് നമ്മൾ ഇട്ടേക്കുന്ന ആ നൂലിൽ നിന്ന് ഒരു നൂലിങ്ങനെ മാറ്റിയെടുത്തിട്ട് ആ നൂലിൽ പിടിച്ചത് ഇങ്ങനെ വലിച്ച് നമ്മൾ ചെറിയ നിറം ഉണ്ടാക്കണം. വലിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വലിക്കണം. വലിക്കുമ്പോൾ നൂല് പൊട്ടിപ്പോകാതെ. അതിനാണ് നമ്മൾ അടിക്കുന്ന സമയത്ത് വലിച്ചടിക്കുന്നത് കേട്ടോ. അപ്പം നന്നായിട്ട് വലിച്ചടിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചുരുക്കിയെടുക്കാൻ സാധിക്കും. അങ്ങനെ ഞൊറിവെടുത്ത് അങ്ങനെ 2 പീസും ഫ്രണ്ടിലും ബാക്കിലും നമ്മൾ ഞൊറിവെടുക്കണം. നമ്മുടെ ഫ്രോക്കിൻ്റെ സ്കേർട്ട് ഭാഗമില്ലേ, സ്കേർട്ട് ഭാഗത്തിൻ്റെ തുമ്പ് എത്രയാണോ വീതി, ആ വീതി അനുസരിച്ച്. അപ്പോൾ ഏകദേശം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇച്ചിരി കൂടുതലായിട്ടുണ്ട്. അപ്പോൾ നമ്മളതൊന്ന് ചുരുക്കിയെടുക്കണം. ഏകദേശം കറക്റ്റാണ്. ഇത്രയും വീതി നമുക്ക് വേണം. അതുപോലെ തന്നെ ഒരു ഭാഗവും കൂടെ വേണം. ഇതിപ്പോൾ ഒരു ഭാഗമായിട്ടുള്ളൂ. ഇനി അടുത്ത ഭാഗവും കൂടെ ചെയ്യണം. 2 ലെയർ എടുത്തിട്ട് താഴത്തേക്ക് വെക്കാനുള്ള 2 ലെയറാണ് നമ്മളിപ്പോൾ സെറ്റാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ ഈ നൂല് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ പൊട്ടിച്ച് കളയരുത്. കാരണം നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് ആക്കേണ്ടതാണ്. അപ്പോൾ തയ്ച്ച് പിടിപ്പിച്ചതിന് ശേഷം മാത്രം നമ്മൾ ഈ നൂല് പൊട്ടിക്കളയുള്ളൂ കേട്ടോ. അപ്പോൾ അതേ ആ പരിപാടിയും കഴിഞ്ഞു. അടുത്തത് നമ്മൾ വള്ളി അടിച്ചു വെച്ചു കേട്ടോ. വള്ളി അടിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കറക്റ്റായിട്ട് കാണിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ അത് ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. വള്ളി അടിച്ചു വെച്ചിട്ടുണ്ട്. യോക്ക് ഭാഗത്ത് എടുക്കാം. 2 ഭാഗത്തിൻ്റെ കഴുത്തൊന്ന് റെഡിയാക്കാനായിട്ട് നമ്മളിത് നല്ല വശം ഇങ്ങനെ ഇടുക. ഇങ്ങനെ ഒരു പീസ് എടുക്കുക. അതിൻ്റെ നല്ല വശം നമ്മളിത് ഇങ്ങനെ വെച്ചിട്ട് 3 പിന്ന് കുത്തി വെച്ചിട്ടുണ്ട്. പിന്ന് കുത്തി സെറ്റാക്കിയിട്ട് നമ്മൾ ഇപ്രാവശ്യം മറച്ചിട്ട് നമ്മുടെ കഴുത്തിൻ്റെ ഇവിടെ നിന്ന് ഒരു ഇങ്ങനെ വട്ടത്തിൽ അടിച്ചു. നമ്മൾ ഈ അടിച്ചു വെച്ചേക്കുന്ന തുണി തിരിച്ചിട്ടിട്ട് ഈ അടിപ്പുണ്ടല്ലോ, ഈ അടിപ്പിലേക്ക് ഈ അടിച്ചു വെച്ചേക്കുന്ന ആ പീസ് തുണി ഒന്ന് പതിച്ചടിച്ചു കൊടുക്കണം. അതിൻ്റെ അകത്തേക്ക് വരുന്ന രീതി തന്നെ അടിച്ചു വെക്കണം കേട്ടോ. നമ്മൾ നല്ല തുണിയിലേക്ക് കയറുന്നത് നമ്മൾ വെച്ച പീസ് വേണം കയറാൻ. അടിച്ചിട്ടുണ്ട്. ഇനി നമ്മളങ്ങനെ ഇട്ട് നോക്കുമ്പോൾ നമ്മുടെ കഴുത്ത് നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഇതിൻ്റെ ഒന്നോടെ പുറത്തേക്കൂടെ അടിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ഈ തുണിയെല്ലാം കൂടെ ഇങ്ങനെ പൊട്ടി വരും. നമ്മളിനി ചെയ്യാൻ പോകുന്നത് ബാക്ക് നെക്കാണ് കേട്ടോ. അപ്പോൾ ബാക്ക് നെക്കിൽ സിബ് വയ്ക്കുന്നുണ്ട്. സിബ് വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ഇങ്ങനെ ഒന്ന് മടക്കി ഇൻവിസിബിളായിട്ടുള്ള സിബാണ് കേട്ടോ വയ്ക്കുന്നത്. അപ്പോൾ ആദ്യം ഒന്ന് നമ്മൾ മടക്കി കറക്റ്റ് നടുഭാഗം നമ്മളൊന്ന് അടയാളപ്പെടുത്തി വയ്ക്കണം. നേരെ ഒരു വര വരയ്ക്കണം.
പിന്നെ ഒരു 1/4 ഇഞ്ച് മാറ്റി വേറെ, അങ്ങനെ 3 വരകൾ. നടുക്കൊരു വര വരച്ചതിന് ശേഷം അപ്പുറം ഇപ്പുറം 1/4 ഇഞ്ച് വെച്ചിട്ട് ഒരേ വര. ആ നടുഭാഗത്ത് തന്നെ നമ്മൾ 3 വര വരച്ചിട്ടുണ്ട്. പിന്നെ താത്തിട്ട് ഈ സൈഡിൽ തിരിച്ച് വെച്ച് നടുക്കുള്ള വരയിൽ കൂടെ നമ്മളൊന്നും ചെയ്യരുത്. ആദ്യം ഒരു സൈഡിലെ വരയിലേക്ക് ആ സിബ് തിരിച്ചിട്ട് വെച്ച് അടിക്കുക. അതിനുശേഷം അപ്പുറ സൈഡിലേട്ടും അതുപോലെ തന്നെ അടിക്കുക. നടുക്കത്തെ വര വിട്ടേക്കണം. നടുക്കത്തെ വരയിലേക്ക് നമ്മൾ ഇത് ഓപ്പൺ ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമ്മൾ 2 സൈഡിൽ അടിച്ചു വിട്ടു. ഇനി നമ്മൾ ചെയ്യേണ്ട ഈ നടുക്കുന്ന ഒന്ന് ഓപ്പൺ ചെയ്യും. തയ്ച്ചതിന് ശേഷം ഓപ്പൺ ചെയ്താലും മതിയിട്ട്. എനിക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഓപ്പൺ ചെയ്തത്. ഫോട്ടോ എങ്ങനെയാണ് മാറുന്നതെന്ന് കൂടെ കാണിച്ചു തരാം. അമ്മ ഈ സാധനത്തെ കുറിച്ചൊന്ന് തിരിച്ചാൽ മാത്രം മതി. അതിന് ശേഷം നമ്മൾ ഈ ഫോട്ടോ എടുത്ത് നേരെ ആ തുളയിലേക്ക് വയ്ക്കുക. നമ്മുടെ പെടലൊന്ന് അത്ര. അപ്പോൾ ഫോട്ടോ മാറി. സാധനം ഇങ്ങനെ ഈ സിബിൻ്റെ സാധനം ഇങ്ങനെ വലിച്ച് ഇങ്ങനെ പിടിച്ച് ഈ ഫോട്ടോ വെച്ചിട്ട് വേണം നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ വേണം അടിക്കാൻ. ഇപ്പം ഇങ്ങനെ അടിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് പതിയെ സിബിങ് മറച്ചിട്ട് തിരിച്ചെടുക്കാം. എന്നിട്ട് ഇങ്ങനെ കൂട്ടി കഴിയുമ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. സിബ് വെച്ചതിന് ശേഷം നമ്മൾ ആദ്യത്തെ കഴുത്ത് ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ കഴുത്ത് ഒരു പീസ് വെച്ച് നീറ്റായിട്ട് അടിച്ചെടുക്കണം. ഇനി അടുത്തതായിട്ട് നമ്മൾ സ്കേർട്ട് ഭാഗത്തിൻ്റെ ഒരു അറ്റത്തെ മറ്റേ ഒരു ലെയർ പിടിപ്പിക്കുന്നതാണ് കേട്ടോ ഇത്. അത് നല്ല വശത്തിലേക്ക് അത് മേളിലോട്ട് വെച്ചിട്ട് നമ്മൾ അടിച്ചു കൊടുത്താൽ മതി. ഇതുപോലെ ഫ്ലയർ ഇടുന്നത് കൊണ്ടാണ് മേളിലേക്ക് അടിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് സാധാരണ അടിക്കും പോലെ തന്നെ മടക്കി അടിക്കാം. ഇത് മേളിലോട്ട് നമ്മൾ അടിച്ച ഭാഗം നൂല് വെച്ച് വലിച്ച് ചെറിയ ചുരുക്കായിട്ട് വെച്ചിരുന്നില്ലേ, അത് അടിച്ചു കഴിഞ്ഞു. എല്ലാം അടിച്ചു കഴിഞ്ഞിട്ട് വേണം ലാസ്റ്റ് നമ്മൾ നൂല് മുറിച്ച് കളയാൻ കേട്ടോ. അല്ലെങ്കിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് നടക്കില്ല. ഇപ്പോൾ ഇതേലും നോക്കി അടിച്ചു കഴിഞ്ഞപ്പോൾ ഇത് ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു വശമാണ് ഫ്രണ്ട് വശം. ഇനി ഇതുപോലെ തന്നെ ബാക്ക് വശം നമ്മൾ അടിക്കും. അടുത്തത് ഷോൾഡർ ജോയിൻ ചെയ്യാം കേട്ടോ. ലൈനിങ് ഇല്ലാതെ അടിക്കുന്നതുകൊണ്ട് നേരെ തന്നെ നമുക്ക് അടിച്ചു തീർക്കാവുന്നതാണ്. ലൈനിങ് ഉണ്ടെങ്കിൽ നമുക്ക് തയ്യൽ തുമ്പ് കാണില്ലാത്ത രീതിയിൽ തിരിച്ച് അങ്ങനെ അടിക്കാൻ പറ്റും കേട്ടോ. ഇതിപ്പോൾ ലൈനിങ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ നേരെ അടിക്കുകയാണ്. അടിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഫ്രണ്ടിൽ നിന്ന് ആ തുമ്പങ്ങ് വെട്ടിക്കളയാം കേട്ടോ. 2 ഷോൾഡറും ജോയിൻ ചെയ്യിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കൈ വയ്ക്കാം. കൈ വെക്കാനതിന് മുന്നേ നമ്മളിത് കൈ ഇങ്ങനെ ഒരുപോലെ മടക്കി വെച്ചിട്ട് അതിന് നടുക്കായിട്ട് എന്തെങ്കിലും അടയാളമായിട്ട് വെക്കണം കേട്ടോ. കാരണം അങ്ങനെ ആ അടയാളപ്പെടുത്തിയത് വെച്ച് നമ്മൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അളവിനോ ചുരുക്കുകളോ അങ്ങനെ ഒന്നും ബുദ്ധിമുട്ടുകളോ ഉണ്ടാവില്ല. കറക്റ്റ് അളവിൽ തയ്ക്കാനും പറ്റും. അപ്പോൾ നമുക്കിത് നല്ല വശം 2 ഷോൾഡറിൻ്റെ നല്ല വശവും കൈയുടെ നല്ല വശവും കൂടെ ചേർത്ത് വെച്ചിട്ട് നമ്മൾ അടയാളപ്പെടുത്തിയ നടുക്ക് ഭാഗമില്ലേ, ആ നടുക്ക് ഭാഗം ഷോൾഡറിൻ്റെ കറക്റ്റ് പോയിന്റിൽ കൊണ്ടുപോയി വെച്ച് അവിടെ നിന്ന് ഒരു 1/4 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ച് നമ്മൾ എത്രയാണോ തയ്യൽ തുമ്പിട്ട് വെക്കുന്നത് അതനുസരിച്ച് നമ്മൾ ചെറുതായി 1/2 ഇഞ്ച് 1/4 ഇഞ്ച് മതിയാവും, അല്ലെങ്കിൽ 1/2 ഇഞ്ച് അതിൽ വെച്ച് ജോയിൻ ചെയ്ത് കൊടുക്കുക. ആദ്യം ഒരു സൈഡിൽ നിന്ന് ജോയിൻ ചെയ്തതിന് ശേഷം പിന്നെ ലാസ്റ്റ് നമുക്ക് നേരെ അടിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ കൈ അടിച്ചു കഴിഞ്ഞിട്ട് അങ്ങനെ തയ്ച്ചേക്കണം. അതിന് ഒട്ടും വ്യത്യാസം വരാതെ കറക്റ്റ് തന്നെയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. 2 ഭാഗവും കൈക്കുഴി പിന്നെ തുമ്പൊക്കെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളങ്ങനെ അളവെടുത്ത് ചെയ്യുവാണെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും. അല്ലെങ്കിൽ 2 സൈഡിലേക്ക് നിൽക്കും. അപ്പോൾ കറക്റ്റായിട്ട് നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ മറ്റേ കൈ അടിച്ചെടുക്കണം. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ കൈ അടിച്ചു. അടുത്തതായിട്ട് ഇനി സ്കേർട്ട് ഭാഗം യോക്ക് ഭാഗമായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കൈക്ക് ചെയ്ത പോലെ തന്നെ നടുക്ക് ഒരടയാളം കൊടുക്കുക, യോക്കിൻ്റെ ഭാഗത്ത് ഒരടയാളം കൊടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് വേണം നമ്മൾ ജോയിൻ ചെയ്തെടുക്കാം. അങ്ങനെ ജോയിൻ ചെയ്തെടുക്കുമ്പോൾ ഷേപ്പിന് വ്യത്യാസം വരാതെ കറക്റ്റ് അളവിൽ കിട്ടും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ വെട്ടിയ സമയത്ത് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും തയ്ച്ചൊക്കെ വന്നപ്പോൾ ചെറിയ ഈ സിബൊക്കെ വെച്ച് കഴിയുമ്പോൾ ചെറിയ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമ്മൾ യോക്കും സ്കേർട്ടും കൂടെ ജോയിൻ ചെയ്യിക്കുന്ന സമയത്ത് ഒരു ചെരിവൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഫസ്റ്റ് നമ്മൾ യോക്ക് നല്ല വശം തിരിച്ചിടുക. എന്നിട്ട് സ്കേർട്ടിൻ്റെ ഭാഗത്ത് നിന്നും നല്ല വശം അങ്ങോട്ടേക്ക് വെച്ചിട്ട് നടുക്ക് നമ്മൾ ആ പോയിന്റ് ഇട്ട് എടുക്കുന്നത് സൂചി കുത്തി വെച്ചതിന് ശേഷം നേരെ പിടിച്ച് ഒരു സൈഡിലേക്ക് അടിക്കുക.
അതിനുശേഷം അപ്പുറത്തെ സൈഡിലേക്കും കൊടുത്ത് പിന്നെ ഒരടിപ്പും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ടിരിക്കും. അപ്പോൾ 2 അടിപ്പായിക്കോളും, കറക്റ്റ് ലെവലിൽ കിട്ടുകയും ചെയ്യും. അങ്ങനെ തന്നെ സെയിം ലെവലിൽ 2 പാർട്ടും ഫ്രണ്ടും ബാക്കിയൊക്കെ പിടിപ്പിക്കാം. അങ്ങനെ ഫുള്ള് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി മൊത്തത്തിൽ അടിക്കണം. അതിൻ്റെ ഇടയിൽ നമുക്കൊരു വള്ളിയും കൂടെ വെച്ച് കൊടുക്കാനുണ്ട്. യോക്കും സ്കേർട്ടും കൂടെ യോജിക്കുന്ന ആ സ്പേസിലാണ് കേട്ടോ ഞാൻ വള്ളി വെക്കുന്നത്. അപ്പോൾ വള്ളി അകത്തേക്ക് ഇട്ടിട്ട് ആ കറക്റ്റ് ഭാഗത്ത് നമ്മൾ അടിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ സ്കേർട്ട് അടിച്ചു കഴിഞ്ഞപ്പോൾ ഉള്ള ലുക്ക് ഇതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.